ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ രുചികരമായിട്ടുള്ള കോവയ്ക്ക കൊണ്ടുള്ള ഒരു നല്ല കിടിലൻ റോസ്റ്റാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കാം, മറക്കരുത്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പാനൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഓയിൽ ഏതാ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് മൂത്ത് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് നമുക്കിതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കരിഞ്ഞു പോവാതെ വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാൻ. ഇനി അതിലേക്ക് 2 കറിലീഫ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ വലിയ അല്ലി ആയതുകൊണ്ട് ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 7-8 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളിയെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഉള്ളി നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പഴുത്തു പോയ കോവയ്ക്ക ഒന്നും എടുക്കണ്ട. ഇച്ചിരി പിഞ്ചായിട്ടുള്ള കോവയ്ക്കാണ്, പച്ച കോവയ്ക്കാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഞാനത് ഒരുപോലെ ഒരു കല്ലുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിന് രുചിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം, ഞാനിപ്പോൾ ഈ കപ്പിന് ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കുക. നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിൽ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി, അതിട്ട് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം പൊടിച്ചത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറി ഈ വെള്ളം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് നല്ലപോലെ ഇതുപോലെ വഴറ്റി നമുക്ക് ഇത് റെഡിയാക്കി വേണം എടുക്കാൻ. അപ്പോൾ ഇപ്പോൾ വെള്ളം എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളൻ പുളി വെള്ളത്തിയിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വരട്ടി ഈ പരുവത്തിൽ വേണം ആക്കിയെടുക്കാൻ. നല്ലപോലെ ഇപ്പം വെള്ളമെല്ലാം വറ്റി ആ പുളിയും എരിയും എല്ലാം ഈ കോവയ്ക്കകത്ത് നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരല്പം മാത്രം കായപ്പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മതിയാവും. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ മിക്സാക്കി ഇറക്കാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നല്ല എരിവും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു കോവയ്ക്ക റോസ്റ്റാണ് ഞാനിവിടെ തയ്യാറാക്കിയേക്കുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു റെസിപ്പി തന്നെയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് പച്ച തൈരോ മോരോ ഉണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് മതിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.